മാം, ഞാനൊരു സ്ഥാപനം നടത്തി. എൻ്റെ സ്ഥാപനത്തിൽ ലേബർ പ്രോബ്ലം ഉണ്ടായി. അത് പരിഹരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും വന്നാൽ നിയമ നടപടി ഏതറ്റം വരെ പോകാനും എൻ്റെ സാമ്പത്തികമുണ്ട്. ഏത് വക്കിൽ വെച്ച് പോരാടാൻ എനിക്ക് കഴിവുണ്ട്. ഒരു കോടതി തോറ്റ അടുത്ത കോടതി, അടുത്ത കോടതി തോറ്റ അടുത്ത കോടതി, അങ്ങനെ സുപ്രീം കോടതി വരെ കോടതികളുണ്ട്. ഞാൻ അവിടെ ഫൈറ്റ് ചെയ്തോളാം. ഞാൻ കൊലപാതകം ചെയ്തില്ല, പോസ്കോ നിയമം തെറ്റിച്ച് ചെയ്തില്ല. ഇതൊക്കെ സിമ്പിളാണ്. എന്നെ സംബന്ധിച്ചുള്ള ഒന്നും അല്ല ഇതൊന്നും. സീറോയിൽ നിന്ന് ഇവിടെ വരെ എത്തിയ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വളരെ സിമ്പിളാണ്. ഞാനത് പരിഹരിക്കാൻ എനിക്ക് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്. അല്ല ഇവിടെ വരെ എത്തത്തില്ലല്ലോ. അതുകൊണ്ട് മാം പോകുന്ന അത്രയും പൊയ്ക്കോ, ഞാൻ ഫൈറ്റ് ചെയ്തോളാം. ഞാൻ എൻ്റെ ആ രീതിയിൽ ഫൈറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ. ഇതൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കല്ലേ. നിയമമുണ്ട്, നിയമത്തിന് വശത്തിൽ പോയി ഞാൻ എൻ്റെ കൊലപാതകം ചെയ്തോ, കുറേ പേർക്ക് ജോലി കൊടുത്തു, അത് കൊച്ചു കൊച്ചു ഫാൾട്ടുകൾ വന്നിരിക്കും, വന്നാൽ ഫൈൻ ഇടും. എനിക്കിവിടെ സെൽ ടാക്സിൻ്റെ റെയ്ഡ് വന്നപ്പോൾ കൊച്ചു കൊച്ചു തെറ്റുണ്ട്, അതുപോലെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഫൈൻ ഇട്ടു. എനിക്ക് വേണമെങ്കിൽ അതിനെ കോടതി ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാം. ഇതൊക്കെ സ്വാഭാവികമല്ലേ? അല്ലാതെ ഞാൻ കൊലപാതകമൊന്നും ചെയ്തില്ല. ഒരു ഭീഷണിയും മാം എൻ്റെ അടുത്ത് ഉപയോഗിക്കേണ്ട. ഞാൻ മാക്സിമം ക്ഷമിക്കുകയാണ്. എനിക്കെതിരെ മാം ഈ ഒരു വീഡിയോ ചെയ്താൽ നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അത്രയേ ഉള്ളൂ. എനിക്ക് കോടതി കൊണ്ട് ആശ്രയിക്കാൻ. വയ്യാത്ത മാം കോടതി കയറി ഇറങ്ങി നടക്കും. ജയോ പരാജയം എനിക്ക് വിഷയമല്ല. ഒരു കോടതി തോറ്റ് അടുത്ത കോടതി ഞാൻ പോകും, അടുത്ത കോടതി പോകും, സുപ്രീം കോടതി വരെ ഞാൻ പോകും. അതെൻ്റെ എനിക്ക് അതിനുള്ള അധ്വാനം. എൻ്റെ കടയിൽ എനിക്ക് വരുമാനമുണ്ട്. എനിക്ക് യൂട്യൂബ് ഒന്നും ആവശ്യമില്ല. എൻ്റെ കടയിൽ എനിക്ക് വരുമാനമുണ്ട്. എനിക്ക് മയക്കും പിടിച്ച് തെക്കോട്ട് പറക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ കട അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുണ്ട്. അല്ലെ നാട്ടുകാരെ പറ്റിച്ചോ ഒന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ദൈവം മാമിനൊരു അവസ്ഥ തന്നപ്പോൾ ഇനിയും കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് പകരം ഒരു സ്ഥാപനത്തെ തറക്കുകയാണ്. ഈ സ്ഥാപനം തറ എനിക്ക് കഞ്ഞി കുടിക്കാൻ എൻ്റെ വീട്ടിൽ ധാരാളമുണ്ട്. ആ പിള്ളേർ അന്നത്തിലെ കല്ലുവാരിട്ടത് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഒരാളെ ഭീഷണി മുട്ടുകുത്തി എന്നെ ഞാൻ പൂട്ടിക്കെട്ടി പോയെന്നെ. എനിക്കൊരു പവറുണ്ട്, കഴിവുണ്ട്. എന്നെ സഹായിക്കാൻ എൻ്റെ പിന്നിൽ രാഷ്ട്രീയ ശക്തികളുണ്ട്. കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ നാട്ടിൽ ജീവിക്കുന്നത് അവർക്കെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? ഒരു പാർട്ടി മാത്രമല്ല, എല്ലാവർക്കും എന്നെ അറിയാം. എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. കാരണം ഞാൻ ഇത്ര പേർക്ക് ജോലി കൊടുക്കുന്നത്. എൻ്റെ നാട് മൊത്തം ഒറ്റക്കെട്ടായി നിന്നാൽ എവിടെ കിടന്ന് കുറയ്ക്കവർക്ക് ഞാൻ എന്ത് റിപ്ലൈ കൊടുക്കുക? ചെയ്യാവുന്നിടത്തോളം ചെയ്യും. ഞാൻ പൊയ്ക്കോളാന്നേ. ഞാൻ പൊയ്ക്കോളാം. തിരിച്ചും ഞാൻ ഫൈറ്റ് ചെയ്യും. അപ്പോൾ കോടതികളിൽ കയറി നടക്കണം. ജയോ പരാജയം അല്ലല്ലോ അവിടെ വിഷയം. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച വിഷയമല്ല. എനിക്ക് കാശുണ്ട്, ആരോഗ്യമുണ്ട്. ഒന്നാമത്തെ ക്രിമിനൽ വക്കൽ ഞാൻ വെക്കും. സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തിനൊക്കെ സുഖമായി ചെയ്യും. അർത്ഥമൊന്നും മേടിക്കത്തില്ല, സാധാരണ റേറ്റിലൊന്നും മേടിക്കത്തുള്ളൂ. ഇതൊന്നും ഫിഷ് ഇങ്ങോട്ട് വേണ്ട. ഇവിടെ വരെ പൊയ്ക്കോ, ഞാൻ അവിടെ ഫൈറ്റ് ചെയ്തോളാം. മാം ഇനി എൻ്റെ വളർച്ച കണ്ടു നോക്കൂ. ഓരോ മാസവും ഓരോ മന്ത്രിമാർ എൻ്റെ ഓഫീസിൽ വരും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഗണേശിൻ്റെ അടുത്ത ഒരാൾ എന്നെ വിളിച്ച് സിബി, നമുക്ക് ഗണേശ് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്, സിബി സമയം ഒരുക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച പുള്ളിക്കാരൻ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഗണേശുമായി അടുത്തപ്പെട്ട ഒരാളാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത മാസം തൊട്ട് ഓരോ മിനിസ്റ്റേഴ്സ് ഇവിടെ വരും. ഇത് കണ്ട് മനസ്സിലാക്കും. മനസ്സിലാക്കി കഴിയുമ്പോഴത്തേന് ഭയങ്കര പബ്ലിസിറ്റി കിട്ടും. വൻ കുതിപ്പോടെ ഒലിവിയെ പോകും. കാരണം അവർക്കൊക്കെ അറിയാമല്ലോ ഇവിടെ ഐസക് സാർ വന്നു. ഐസക് സാർ അത്രമാത്രം ഇവിടെ ഞങ്ങൾ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മോളെ ഭയപ്പെടേണ്ട, കുഴപ്പമില്ല. കാരണം ഞങ്ങൾക്ക് അത്ര സപ്പോർട്ടാണ്. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും കുറച്ചെന്നോർത്ത് എന്താണ്? ഞങ്ങളുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി മുഴുവൻ ഞങ്ങൾക്ക് ഒപ്പമാണ്. പിന്നെ എവിടെ കുറയ്ക്കുന്നത്? അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. അതിനപ്പുറം ഒന്നും ലേബർ ഇല്ലല്ലോ. ഉണ്ടോ? ഒന്നുകൊണ്ട് മാം കാണിച്ച അതിനെ നേരെ അത് റെഡിയാക്കി സോൾവ് ചെയ്യാനുള്ള കഴിവും കപ്പാസിറ്റിയും എനിക്കുണ്ട്. അവർ വരട്ടെ. വരുമ്പോൾ വിളിക്കുന്നിടത്ത് അവർ വിളിക്കുമ്പോൾ അവർ പിന്തിരിഞ്ഞോളും. ഓക്കെ. 1 രൂപ പോലും ഇവിടുന്ന് പോയ ഒരാൾക്ക് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, കൊടുക്കത്തുമില്ല. ഞാൻ കോടതി ഫൈറ്റ് ചെയ്യും. അവർ കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെ. ഞാൻ കോടതിയിൽ പോകും. അവർ കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെ. അവർക്ക് കഴിവുണ്ട്, കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെ. നേരിട്ട് കൊടുക്കത്തില്ല. അവർ കോടതി പോട്ടെ, കേസ് ഫയൽ ചെയ്യട്ടെ, ലേബർ വരട്ടെ, കോടതി ഫൈറ്റ് ചെയ്ത് കോടതി കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കും. അല്ലാതെ നേരിട്ട് ഒരാൾക്ക് പോലും കൊടുക്കത്തില്ല. മൊബൈലുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കും. മൊബൈലും സിമ്മും തിരിച്ചു കൊടുക്കും. ഒരു പ്രശ്നമില്ല. ആർക്കുണ്ടെങ്കിലും തിരിച്ചു കൊടുക്കും. അല്ലാതെ ക്യാഷായിട്ട് ആർക്കും കൊടുക്കത്തില്ല. അവർ ലേബർ വഴി കോടതി പോട്ടെ, കോടതി ഞാൻ ഫൈറ്റ് ചെയ്യും. കോടതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത കോടതി പോകും. അവസാനം അടുത്ത കോടതിയും കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കും. അതിനപ്പുറം ഒരു മാറ്റവും ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ഏതറ്റം വരെ പോട്ടെ. ഓക്കെ.